പ്രിയ ഛാത്രാः നമസ്തേ. സർവേ സുഖം വാ? എല്ലാവർക്കും സുഖം തന്നെയാണോ? അദ്യ ഏകം നൂതനപാഠം പഠാമः. അദ്യ ഏകം നൂതനപാഠം പഠാമः. ഇന്ന് നമുക്ക് പുതിയൊരു പാഠം പഠിക്കാം. പാഠസ്യ നാമ കാകഃ ശരാരിഹി ച. പാഠത്തിന്റെ പേരെന്താണ്? കാകഃ ശരാരിഹി ച. കാക്കയും ശരാരി താറാവും. പാഠസ്യ നാമ കാകഃ ശരാരിഹി ച. കാകഃ കാക്ക, ശരാരിഹി താറാവ് താറാവ്. കാക്കയെ കണ്ടിട്ടുണ്ടോ? എന്നും നമ്മുടെ വീട്ടിൽ വരുമല്ലേ? നമ്മൾ സർവ്വസാധാരണയായി കാണുന്ന ഒരു പക്ഷി. ഏകഃ കാകഃ അല്ലെ? ഏകഃ കാകഃ കാകഃ. ശരാരി. നമ്മൾ ചില വീടുകളിലൊക്കെ താറാവിനെയൊക്കെ വളർത്താറുണ്ട് അല്ലേ? താറാവ് നമുക്ക് എന്ത് തരും? മുട്ട തരും അല്ലേ? ടീച്ചറുടെയൊക്കെ കൊച്ചുനാളിലെ വലിയ പരീക്ഷയ്ക്കൊക്കെ 0 മാർക്ക് കിട്ടിയ പറയും താറാമുട്ട കിട്ടിയെന്ന്. വലിയ മുട്ടയാണ് അല്ലേ? കോഴിമുട്ടയെക്കാളും കുക്കുടീര മുട്ടയെക്കാളും വലുതാണ് ശരാരിഹി മുട്ട അല്ലേ? താറാവിൻ്റെ മുട്ട. അപ്പോ കാകഃ ശരാരീച്ച. ഒരു കാക്കയുടെയും താറാവിൻ്റെയും കഥയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. പ്രിയ ഛാത്രാः കഥാം ശ്രോതും ഇച്ഛന്തി കിം? കഥാം ശ്രോതും, കഥ കേൾക്കാൻ, ഇച്ഛന്തി കിം, നിങ്ങൾക്ക് ഇഷ്ടമാണോ? കഥാം ശ്രോതും ഇച്ഛന്തി കിം, കഥ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ആം അല്ലേ? ആം, എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? കീദൃശി കഥാം ഇച്ഛന്തി? കീദൃശി കഥാം ഇച്ഛന്തി കഥാഹ ഇച്ഛന്തി. എങ്ങനെയുള്ള കഥകളാണ് ഇഷ്ടം? കീദൃശി കഥാഹ ഇച്ഛന്തി. എങ്ങനെയുള്ള കഥകളാണ് ഇഷ്ടം? മനുഷ്യ പക്ഷി മൃഗാദീനാം മനുഷ്യാദീനാം ഇത്യാദിഭിഹി അല്ലേ? മനുഷ്യരുടെ പക്ഷി മൃഗാദികളുടെ നമുക്ക് കൂടുതൽ ഇഷ്ടം ഏതാണ്? പക്ഷി മൃഗാദീനാം കഥ. കിമർത്ഥം കഥ പഠനീയഃ? കിമർത്ഥം, എന്തിനു വേണ്ടിയാണ് നമ്മൾ കഥ പഠിക്കുന്നത്? കിമർത്ഥം കഥാഹ പഠനീയ? കഥ പഠിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഗുണമുള്ളത്? ജ്ഞാനവർദ്ധനം. എന്തുണ്ട്? ജ്ഞാനവർദ്ധനം, വിനോദാർത്ഥം. നമുക്ക് കഥ പഠിക്കുമ്പോൾ കഥയിലൂടെ നമുക്ക് അറിവ് ലഭിക്കുന്നു, വിനോദവും ഉണ്ടാകുന്നു. നമുക്ക് സന്തോഷം. കഥ കേൾക്കാൻ നമ്മുടെ ഏറ്റവും വലിയ വിനോദമാണല്ലേ? അമ്മൂമ്മയുടെയൊക്കെ മടിയിൽ തലയും വെച്ച് കിടന്ന് അമ്മൂമ്മ ഇങ്ങനെ കഥ പറയുമ്പോൾ നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോകാറുണ്ടല്ലേ? അപ്പോൾ നമ്മുടെ കുട്ടിയായിരിക്കുമ്പോൾ അമ്മയും അമ്മൂമ്മയൊക്കെ നമ്മളെ ഉറക്കുന്നത് എങ്ങനെയാ? കഥ പറഞ്ഞാണല്ലേ? അപ്പോൾ നമുക്ക് ഏറെ പ്രിയമാണ് കഥ കേൾക്കാം, വിനോദാർത്ഥം. പിന്നെയോ കഥകളിൽ നിന്നും നമുക്ക് ജ്ഞാനം, അറിവുണ്ടാകുന്നു. അപ്പോൾ ജ്ഞാനവർദ്ധനം വിനോദാർത്ഥം ച കഥ. അപ്പോ ചില കഥകൾ, കശ്ചന കഥാഃ ഉപദേശാത്മികാഃ. ചില കഥകൾ ഉപദേശത്തോടുകൂടിയതാണ്. ചിലത് വിനോദദായികാഃ, വിനോദത്തെ നൽകുന്നതാണ്. അപ്പോൾ കഥകൾ നമുക്ക് എന്തൊക്കെയാണ്? ഉത്തമ നല്ല ശീലങ്ങളെ തരും, സദാചാര ബോധം തരും, കർത്തവ്യപാലനത്തിനെ സഹായിക്കും. അങ്ങനെ കഥ കേൾക്കുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളും ഉണ്ട്. ഇന്ന് നമ്മൾ കാകഃ ശരാരിഹി ച എന്നൊരു കഥയാണ് പഠിക്കുന്നത്. ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന എന്ത് കാര്യമാണെന്ന് നമുക്കൊന്ന് കഥ വായിച്ചു നോക്കാം. ആദ്യം നമുക്കൊന്ന് കഥ വായിച്ചു നോക്കാം. കഥസ്യ നാമ കാകഃ ശരാരിഹി ച. നോക്കൂ, ഇവിടെ ഒരു കാക്ക ഇരിക്കുന്നു അല്ലേ? കാകഃ രോഗബാധിതഃ ഭവതി.
കാക്ക രോഗബാധിതനാണ്. സുഖമില്ല, അസുഖം. സുഖമില്ലാത്ത ഒരു കാക്ക. നമ്മുടെ കാക്കയെ കണ്ടിട്ട് അസുഖം ഉണ്ടെന്ന് തോന്നണില്ല അല്ലേ? പക്ഷേ ഇവിടത്തെ കാക്കയ്ക്ക് എന്താ? തീരെ സുഖമില്ല, അവശത. നമുക്ക് സുഖമില്ലാതായ സ്വന്തമായിട്ട് ആഹാരം തേടാനൊക്കെ കഴിയോ? ഇല്ല. നമുക്ക് ഭയങ്കര അവശതയാണ്. എപ്പോഴും കിടക്കണമെന്ന് തോന്നും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കളിക്കാൻ തോന്നില്ല, പഠിക്കാൻ തോന്നില്ല, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ? ഇവിടെ കാകഹ രോഗബാധിത ഭവതി. ഇവിടുത്തെ കാക്കയ്ക്കും സുഖമില്ല. കാകഹ രോഗബാധിത ഭവതി. ഭവതി അത് ക്രിയാപദമാണ്. അതുകൊണ്ടാണ് ടീച്ചർ നിറം മാറ്റി എഴുതിയിരിക്കുന്നത്. ആകുന്നു. ആരെ? കാകഹ എന്താകുന്നു? രോഗബാധിത ഭവതി. അപ്പോ കഹ രോഗബാധിത ഭവതി. ആർക്കാണ് രോഗം? കാകഹ രോഗബാധിത ഭവതി. കാക്കയ്ക്ക് സുഖമില്ല. നോക്കിയേ, നമ്മുടെ താറാവ് ഒരു കുളത്തിൽ കിടന്ന് മീൻ പിടിക്കുന്നു അല്ലേ? ശരാരിഹി മീനം ഗൃഹണാതി. ശരാരിഹി താറാവ്, മീനം ഗൃഹണാതി മീനിനെ പിടിക്കുന്നു. കഹ മീനം ഗൃഹണാതി? ശരാരിഹി. ശരാരിഹി കിം ഗൃഹണാതി? മീനം ഗൃഹണാതി. അപ്പോ കഹ മീനം ഗൃഹണാതി. ആരാണ് മീനെ പിടിക്കുന്നത്? ശരാരിഹി. ശരാരി കിം ഗൃഹണാതി? ശരാരി താറാവ് എന്തിനെയാ പിടിച്ചേ? മീനം ഗൃഹണാതി. ശരാരിഹി മീനം ഗൃഹണാതി. താറാവ് മീനെ പിടിച്ചു. തത് പശ്യതി. കാക്ക അത് കണ്ടു. കിം പശ്യതി? കാകഹ കിം പശ്യതി? ശരാരിഹി മീനം ഗൃഹണാതി പശ്യതി. ശരാരി മീൻ പിടിക്കുന്നത് കഹ പശ്യതി? കാകഹ പശ്യതി. കഹ പശ്യതി? കാകഹ. കാകഹ കിം പശ്യതി? ശരാരിഹി മീനം ഗൃഹണാതി. ശരാരി താറാവ് മീൻ പിടിക്കുന്നത് കാകഹ പശ്യതി. ശരാരി മീനം യാചതെ. ശരാരി ശരാരിയോട്, ശരാരിയും ശരാരിയോട് താറാവിനോട് മീനം യാചതെ മീനിനെ യാചിച്ചു, ചോദിച്ചു. കഹ യാചതെ? കാകഹ. ആരാണ് യാചിച്ചത്? കാകഹ. കിം യാചതെ? മീനം യാചതെ. കിം യാചതെ? മീനം യാചതെ. കസ്യ ആരോട്? ശരാരി അല്ലെ? ആരോടാണ്? ശരാരി. അപ്പോ കാകഹ ശരാരി മീനം യാചതെ. കാക്ക ശരാരിയോട് മീനിനെ യാചിച്ചു, ചോദിച്ചു. നല്ല ശരാരി അല്ലേ? ശരാരി എന്തു ചെയ്തു? മീനം കാകായ ദദാതി. മീനിനെ കാക്കയ്ക്ക് കൊടുത്തു. ശരാരിഹി മീനം കാകായ ദദാതി. ദദാതി കൊടുത്തു. ശരാരി മീനിനെ കാകായ കാക്കയ്ക്ക് കൊടുത്തു. കഹ ദദാതി? ആരാ കൊടുത്തത്? ശരാരി. കിം ദദാതി? മീനം ദദാതി. മീൻ കൊടുത്തു. കസ്യ ആർക്കാണ് കൊടുത്തത്? കാകായ ദദാതി. ശരാരിഹി മീനം കാകായ ദദാതി. ശരാരി മീനിനെ കാക്കയ്ക്ക് കൊടുത്തു. പ്രതിദിനം മീനം ദദാതി. അങ്ങനെ കാക്കയ്ക്ക് കാകഹ രോഗബാധിത ഭവതി അല്ലേ? കാക്കയ്ക്ക് സുഖമില്ല. ശരാരിയോട് മീനം യാചതെ മീനിനെ ചോദിച്ചു. ശരാരിഹി മീനം കാകായ ദദാതി. ശരാരി കാക്കയ്ക്ക് മീനിനെ കൊടുത്തു. പ്രതിദിനം മീനം ദദാതി. പ്രതിദിനം ദിവസവും, ദിവസവും കാക്കയ്ക്ക് മീൻ ആര് കൊടുത്തു? ശരാരിഹി താറാവ് കൊടുത്തു.
പ്രതിദിനം മീനം ദദാതി. ആക്ക് കാകായ കാക്കയ്ക്ക് ശരാരിഹി മീനം ദദാതി എന്ന് ഒരു ദിവസമാണോ? പ്രതിദിനം, എല്ലാ ദിവസവും. പ്രതിദിനം മീനം ദദാതി, എല്ലാ ദിവസവും മീൻ കൊടുത്തു. അപ്പോ നമ്മൾ നന്നായിട്ട്, നമുക്ക് അസുഖമൊക്കെ വന്നാൽ എങ്ങനെയാ? നമ്മൾ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ അസുഖമൊക്കെ മാറും അല്ലേ? അപ്പോ കാകഹ സ്വസ്ഥഃ ഭവതി. കാകഹ, കാക്ക, സ്വസ്ഥഃ ആരോഗ്യവാനായി തീർന്നു. കാകഹ സ്വസ്ഥഃ ഭവതി, കാക്ക എന്തായി തീർന്നു? നല്ല ആരോഗ്യമുള്ള ഒരാളായി, ആരോഗ്യമുള്ള കാക്കയായി മാറി. സ്വസ്ഥഃ ആരോഗ്യമുള്ളവൻ. കാകഹ സ്വസ്ഥഃ ഭവതി. അപ്പോ കാക്ക ചിന്തിച്ചു, കിമർത്ഥം യേനമാശ്രയേ സ്വയം കർമ്മം കരോമി. കിമർത്ഥം, കിമർത്ഥം എന്തിനു വേണ്ടി, കിമർത്ഥം എന്തിനു വേണ്ടി, യേനമാശ്രയേ ഞാൻ ഇനിയും എന്തിനാ ഇവനെ ആശ്രയിക്കുന്നത്? ആരെ? ശരാരിഹി താറാവിനെ. ശരാരിഹി കിമർത്ഥം യേനമാശ്രയേ, ഞാൻ എന്തിനാ എന്ന് ഇനിയും ഇവനെ ആശ്രയിക്കുന്നത്? സ്വയം കർമ്മം കരോമി, സ്വയം സ്വന്തമായിട്ട് എനിക്ക് ജോലി ചെയ്തുകൂടെ? സ്വയം കർമ്മം കരോമി, ഞാൻ ഇനി സ്വന്തമായി ജോലി ചെയ്യാം അല്ലെ? നമുക്ക് അത്രയും ആവശ്യതയുണ്ട് എങ്കിൽ എന്ത് ചെയ്യാവൂ? നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കാൻ പാടുള്ളൂ അല്ലെ? നമുക്കാവുമെങ്കിൽ പരമാവധി നമ്മൾ എന്ത് ചെയ്യുക? മറ്റൊരാളെ ആശ്രയിക്കാതിരിക്കുക. നമ്മളാൽ കഴിയുന്ന പണികളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? സ്വയം ചെയ്യണം അല്ലെ? എന്നാലേ നമ്മൾ യഥാർത്ഥ നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റൂ. നമുക്കിപ്പോൾ എന്തിനെപ്പോഴും അമ്മ വെള്ളം എടുത്ത, അമ്മ ചോറുതാ, അമ്മ എനിക്ക് ബുക്ക് എടുത്തതാ, ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടുണ്ടോ? ഒരിക്കലില്ല. നമ്മളാൽ ഒക്കുന്ന ജോലികൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വയം ചെയ്യണം അല്ലേ? നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുന്നതോ, നമ്മളെ പുസ്തകങ്ങൾ അടുക്കി വയ്ക്കുന്നതോ, അമ്മയ്ക്ക് ഇച്ചിരി തൂത്ത് കൊടുക്കുന്നതോ, നമ്മളാൽ കഴിയുന്ന ജോലികൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വന്തമായിട്ട് കഴിയണം അല്ലേ? നമ്മൾ എല്ലാത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കുക എന്ന് പറയുന്നത് അത്ര നല്ലതല്ല. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? സ്വയം പര്യാപ്തമാവാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്ക് അസുഖം വരുമ്പോഴോ നമ്മളാൽ കഴിയാത്ത കാര്യങ്ങൾക്കോ മാത്രമേ മറ്റുള്ളവരെ ആശ്രയിക്കാൻ പാടുള്ളൂ. അങ്ങനെ കാക്ക വിചാരിച്ചു, കിമർത്ഥം ഏനമാശ്രയം, എന്തിനാണ് ഞാൻ ഇങ്ങനെ അവനെ എന്തിനും ഇട്ട് ഇനിയും അവനെ ഞാൻ എന്തിനാണ് ആശ്രയിക്കുന്നത്? എങ്ങനെയാണ് ഇവിടെ ആശ്രയിച്ചത്? താറാവ് പിടിക്കുന്ന മീനുകളെ ആരാണ് കഴിച്ചത്? കാക്ക കഴിച്ചു അല്ലേ? താറാവ് ഇപ്പം കഷ്ടപ്പെട്ട് താറാവ് പിടിച്ചുകൊണ്ട് വരുന്ന മീനെ ആക്കും കൂടി കൊടുക്കേണ്ടി വന്നു, കാക്കയ്ക്കും കൂടെ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ കാക്ക വിചാരിച്ചു, എന്തിനാ ഞാൻ ഒരുപാട് അവനായിട്ട് കഷ്ടപ്പെടുത്തുന്നത്? കിമർത്ഥമേനമാശ്രയേ സ്വയം കർമ്മം കരോമി, ഞാൻ സ്വന്തമായിട്ട് ജോലി ചെയ്യാം എന്ന് കാക്ക ചിന്തിച്ചു. കൃതജ്ഞതാം ഉക്ത്വാ സഹ ദൂരം ഗച്ഛതി. കൃതജ്ഞതാം ഉക്ത്വാ, ഉക്ത്വാ പറഞ്ഞിട്ട്, ഉക്ത്വാ പറഞ്ഞിട്ട്, കൃതജ്ഞതാം ഉക്ത്വാ കൃതജ്ഞത പറഞ്ഞിട്ട്, നന്ദി പറഞ്ഞിട്ട്, സഹ ദൂരം ഗച്ഛതി അവൻ ദൂരേക്ക് പറന്നുപോയി. കൃതജ്ഞതാം ഉക്ത്വാ, ഉക്ത്വാ പറഞ്ഞിട്ട്. കഹ കൃതജ്ഞതാം ഉക്ത്വാ, കാകഹ, കാ ആരോട്? ശരാരി. ശരാരിയോട് കൃതജ്ഞത ഉക്ത്വാ കൃതജ്ഞത നന്ദി പറഞ്ഞിട്ട്, സഹ ദൂരം ഗച്ഛതി, കാകഹ ദൂരം ഗച്ഛതി ദൂരേക്ക് പറന്നുപോയി. അപ്പോൾ തന്നെ ആപത്തിൽ സഹായിച്ച ശരാരിയോട് നന്ദിയും പറഞ്ഞു കാക്ക പറന്നുപോയി. അപ്പോൾ നന്ദി പറഞ്ഞതും ഒരാവശ്യമല്ലേ?
നമ്മളെ ഒരാൾ സഹായിച്ചാൽ നമുക്ക് അവരോട് എപ്പോഴും നന്ദിയും കടപ്പാടും ഉണ്ടായിരിക്കണം, അല്ലേ? അല്ലാതെ അത് നീ അങ്ങനെ ചെയ്തെങ്കിൽ അത് നിന്റെ ആവശ്യം എന്ന് പറയുന്നതാണോ? അല്ല. നമുക്ക് ചെറിയ സഹായമായാലും ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ അവരോട് നമ്മൾ നന്ദി പറയുക. ഒരു നന്ദി, ഇയാൾ ചെയ്തു തന്നത് എനിക്ക് വളരെ ഉപകാരമായി, നന്ദിയുണ്ട് കേട്ടോ. പറയുന്നത് കേൾക്കുന്നയാൾക്ക് സന്തോഷമാണ്, നമുക്കും ഒരു സന്തോഷമാണ്, അല്ലേ? അപ്പോൾ ഒരാൾ ചെയ്യുന്ന സഹായത്തിനെ നമ്മൾ നന്ദി പ്രകടിപ്പിക്കുക എന്നത് ഒരു സന്തോഷമുള്ള കാര്യവുമാണ്. അത് ഒരു നല്ലൊരു മര്യാദയും കൂടിയാണ്. അപ്പൊ നമ്മൾ ഈ പാഠത്തിൽ നിന്നും 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന്, നമ്മൾ സ്വയം പര്യാപ്തമായിരിക്കണം കഴിയുന്ന കാര്യങ്ങളിൽ. നമ്മളാൽ സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സ്വയം ചെയ്യണം. മറ്റൊന്ന്, നമുക്കൊരാൾ നല്ലത് ചെയ്യുമ്പോൾ തീർച്ചയായും അവരോട് ഒരു നന്ദി പറയണം. ആ ഒരു നന്ദി നമ്മൾ സന്തോഷത്തോടു കൂടി പ്രകടിപ്പിക്കുകയും വേണം. ഇത് രണ്ടും നമ്മുടെ ജീവിത വിജയത്തിന് ഏറെ ആവശ്യമായ 2 ഉപദേശങ്ങൾ, നല്ല കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഈ പാഠത്തിൻ്റെ ഈ കഥയിൽ നിന്നും നമുക്ക് കിട്ടിയ ഗുണപാഠമാണ് പരിശ്രമേണ ജീവനം വരം. പരിശ്രമത്താലാണ് ജീവിതം ഏറ്റവും ശ്രേഷ്ഠമാക്കേണ്ടത്, ഏറ്റവും നല്ലതാക്കേണ്ടത്. നമ്മുടെ ജീവിതം നമ്മൾ ഏറ്റവും നല്ലതാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. അപ്പോൾ നമുക്ക് നല്ല വിജ്ഞാനം, നല്ല അറിവുകൾ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? നന്നായി വായിക്കണം, പഠിക്കണം, അല്ലേ? നമ്മൾ നന്നായി പരിശ്രമിച്ചാലേ നന്മകൾ നന്നായി ലഭിക്കുകയുള്ളൂ. പരിശ്രമേണ ജീവനം വരം. ഈ പ്രായത്തിൽ നമ്മൾ ചെയ്യേണ്ട എന്താണ്? നന്നായി പഠിക്കുക, നന്നായി വായിക്കുക, ധാരാളം വായിക്കുക, എഴുതുക, പാടുക, അങ്ങനെയൊക്കെ എല്ലാം നമ്മളാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ശ്രമിക്കുക. അസാധ്യമായ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. നമ്മൾ ശ്രമിച്ചാൽ കഴിയാത്തതായിട്ട് നമുക്കൊന്നുമില്ല. അപ്പോൾ ഇന്ന് തൊട്ട് എൻ്റെ മക്കൾമാരെല്ലാവരും നല്ല കുട്ടികളാണല്ലേ? നിങ്ങൾ നന്നായി ശ്രമിക്കില്ലേ? നമ്മൾ ശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതായി നമുക്കൊന്നുമില്ല. എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് വരയ്ക്കാൻ പറ്റില്ല, എന്നെ കൊണ്ട് പാടാൻ പറ്റില്ല എന്ന് പറയുന്നതല്ല ശരി. നമ്മൾ ശ്രമിക്കുക. എനിക്ക് വരയ്ക്കാൻ കഴിയില്ല, പക്ഷെ ഞാൻ 3 വര വരച്ചു, 2 കുത്തുമിട്ടു, ഒരു രൂപമുണ്ടായി. അതെൻ്റെ ഒരു ശ്രമത്തിൻ്റെ തുടക്കമാണ്. ഞാൻ 3 ദിവസം ഇങ്ങനെ വരയ്ക്കുമ്പോൾ 4ൻ്റെ അന്ന് എനിക്ക് മറ്റൊരു രൂപം ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ ശ്രമിക്കുക. ഇന്ന് പാടിയപ്പോൾ എനിക്ക് കഴിഞ്ഞില്ല, നാളെ ഞാൻ ഒന്നുകൂടി ശ്രമിക്കുന്നു. അപ്പോൾ ശ്രമിക്കും തോറും നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കൂ. അപ്പം ശ്രമിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, നമ്മളെ സ്വയം പര്യാപ്തമാകണം. നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സ്വന്തമായി ചെയ്യുക. മറ്റൊന്ന്, നമുക്കൊരു നല്ല കാര്യം ചെയ്യുന്നവരോട് എപ്പോഴും നമുക്ക് നന്ദി ഉണ്ടാകണം. മറ്റൊന്ന്, നമ്മൾ നന്നായി പരിശ്രമിക്കണം. ഇത് 3 നമ്മൾ ചെയ്യാമെങ്കിൽ നമ്മുടെ ജീവിതം വിജയകരമായി തീരും. അപ്പോൾ നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടോ? എന്തൊക്കെയാണ് ആ കഥയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ? വായിച്ചു തരാൻ ടീച്ചർ. അതിനു മുമ്പ് അതിൽ ചില വാക്കുകൾ കൂടി ഒന്ന് നോക്കിയാലോ? ഭവതി, ഭവതി ആകുന്നു. ഭവതി എന്ന വാക്കിനർത്ഥം ആകുന്നു. ഗൃഹണാതി, ഗൃഹണാതി പിടിക്കുന്നു, ഗൃഹണാതി പിടിക്കുന്നു. ഭവതി ആകുന്നു, ഗൃഹണാതി പിടിക്കുന്നു. പശ്യതി കാണുന്നു, പശ്യതി കാണുന്നു. യാചതേ, യാചതേ യാചിക്കുന്നു, യാചതേ യാചിക്കുന്നു. ദദാതി, ദദാതി നൽകുന്നു. യാചതേ യാചിക്കുന്നു, ദദാതി
നൽകുന്നു. കരോമി കരോമി ചെയ്യുന്നു. ഗച്ഛതി പോകുന്നു. ഭവതി ഗൃഹ്ണാതി പശ്യതി യാചതെ ദദാതി കരോമി ഗച്ഛതി. ഈ വാക്കുകളും ഇതിൻ്റെ അർത്ഥവും നിങ്ങൾ തീർച്ചയായിട്ടും എഴുതി പഠിക്കുമല്ലോ. അടുത്ത് നമുക്ക് ബാക്കി വാക്കുകളും കൂടി ഒന്ന് നോക്കാം. കാകഹ കാകഹ കാക്ക. മീനം മീനം മീനിനെ. മീനഹ മത്സ്യം, മീനം മീനിനെ. തത് തത് എന്ന് വെച്ചാൽ അതിനെ. തത് തത് എന്ന് വെച്ചാൽ അതിനെ. അതിനെ ഇങ്ങെടുക്കൂ എന്ന് പറയില്ലേ, അതിനെ പിടിക്കൂ. തത് ഗൃഹ്ണാതി അതിനെ പിടിക്കൂ. ഗൃഹ്ണാതു തത് ഗൃഹ്ണാതു അതിനെ പിടിക്കൂ. തത് പശ്യതു അത് കാണൂ. തത് ലിഖതു അത് എഴുതൂ. അപ്പൊ അതിനെ തത്. ശരാരിഹി താറാവ്. നമുക്ക് ദിനം ദിവസം, പ്രതിദിനം എല്ലാ ദിവസവും, പ്രതിദിനം എല്ലാ ദിവസവും. സ്വസ്ഥഹ സ്വസ്ഥഹ ആരോഗ്യവാൻ, സ്വസ്ഥഹ ആരോഗ്യവാൻ. കിമർത്ഥം കിമർത്ഥം എന്തിനു വേണ്ടി, കിമർത്ഥം എന്തിനു വേണ്ടി. ഏനം ഏനം ഇവനെ, ഏനം ഇവനെ, ഏനം ഇവനെ. സ്വയം സ്വയം സ്വന്തമായി, സ്വയം സ്വന്തമായി. കർമ്മ ജോലി, കർമ്മ ജോലി. കൃതജ്ഞതാം കൃതജ്ഞത നന്ദി. ഉക്ത്വ പറഞ്ഞിട്ട്, ഉക്ത്വ പറഞ്ഞിട്ട്. സഹ സഹ അവൻ, സഹ അവൻ. ദൂരം ദൂരേക്ക്, ദൂരം ദൂരേക്ക്. പരിശ്രമേണ പരിശ്രമേണ പ്രയത്നത്താൽ, സ്വന്തം ശ്രമത്താൽ. പരിശ്രമേണ. ജീവനം ജീവിക്കുക, ജീവനം ജീവിക്കുക. വരം ഏറ്റവും നല്ലത്. പരിശ്രമേണ ജീവനം വരം. പ്രയത്നത്താൽ, സ്വന്തം പ്രയത്നത്താൽ ജീവിക്കുക എന്നതാണ് ഏറ്റവും നല്ലത്. കൂട്ടുകാരെ, നിങ്ങൾ ഇതൊന്ന് നോക്കൂ. സഹ കരോതി, അഹം കരോമി അവൻ ചെയ്യുന്നു. സാ കരോതി അവൾ ചെയ്യുന്നു. രാധാ കരോതി അവൾ രാധ ചെയ്യുന്നു. കൃഷ്ണഹ കരോതി. അപ്പോൾ അവൻ അവൾ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയുടെ പേര്, വ്യക്തിയല്ല ഏതൊരിതിൻ്റെയും വച്ച് ക്രിയ പറയുമ്പോൾ നമ്മൾ കരോതി, പഠതി, ഗച്ഛതി, ദദാതി, അവസാനം തീയിലെ ചെയ്യുന്നു എന്നുള്ളതിനെ. എന്നാൽ ഞാൻ അഹമാണ്, ഞാനാണ് എങ്കിൽ കരോമി എന്നേ പറയും. ഇപ്പോ രാമഹ പഠതി, രാമൻ പഠിക്കുന്നു. അഹം പഠാമി, ഞാനാവുമ്പോഴോ പഠിക്കുന്നു. സഹ പഠതി, അഹം പഠാമി, അവൻ പഠിക്കുന്നു, ഞാൻ പഠാമി. അവിടെ തീ മീ, അവസാനത്തെ തീ എന്തായി മാറുന്നു? മീ ആയി മാറുന്നു. സഹ ഗച്ഛതി, അവൻ പോകുന്നു. കൃഷ്ണഹ ഗച്ഛതി, വീണാ ഗച്ഛതി, മൃദുലാ ഗച്ഛതി. അഹം ഗച്ഛാമി, ഞാനാവുമ്പോഴോ ഗച്ഛാമി, അഹം ഗച്ഛാമി, ഞാൻ പോകുന്നു. ഗച്ഛതി ഗച്ഛാമി. സഹ ദദാതി, അവൻ കൊടുക്കുന്നു, നൽകുന്നു. രമ ദദാതി, രമ നൽകുന്നു. അഹം ദദാമി, രമ ദദാതി, അഹം ദദാമി, ഞാൻ നൽകുന്നു. സഹ പശ്യതി, അവൻ കാണുന്നു. സാ പശ്യതി, അവൾ കാണുന്നു. രാധാ പശ്യതി,
രാധ കാണുന്നു. ലതാ പശ്യതി, മൃദുല പശ്യതി, അഹം പശ്യാമി. അഹം വരുമ്പോഴോ പശ്യാമി, ഞാൻ കാണുന്നു. അഹം വന്നാൽ പശ്യാമി, ഞാൻ ഇന്നത് ചെയ്തു അല്ലെങ്കിൽ ഞാൻ ഇതെന്ന് പറയുമ്പോൾ അവസാനം മീയേ വരും. തീക്ക് പകരം മീ എഴുതണം. സഹ വസതി, അവൻ വസിക്കുന്നു. മമ ഗൃഹസ്യ സമീപേ സഹ വസതി, എൻ്റെ വീട്ടിന് അടുത്ത് അവൻ താമസിക്കുന്നു. അഹം വസാമി, അഹം ദേശേ വസാമി, ഞാൻ ഈ ദേശത്ത് വസിക്കുന്നു. അഹം വസാമി. സഹ ലിഖതി, അവൻ എഴുതുന്നു. അഹം ലിഖാമി. അപ്പൊ ഇതുപോലെ ഏത് ക്രിയയും പിന്നെ സഹ ഗായതി, അവൻ പാടുന്നു. അഹം ഗായാമി, ഞാൻ പാടുന്നു. സഹ നൃത്യതി അല്ലെങ്കിൽ സാ നൃത്യതി, അവൾ നൃത്തം ചെയ്യുന്നു. അഹം നൃത്യാമി, ഞാൻ നൃത്തം ചെയ്യുന്നു. മീ അല്ലെ? അപ്പൊ തീയും മീയും അഹം വരുമ്പോൾ വരുന്ന വ്യത്യാസം. കഥ ടീച്ചർ ഒന്നുകൂടി വായിക്കാം, നോക്കിക്കൊള്ളുക. കാകഹ ശരാരി ച. കാകഹ രോഗബാധിതഃ ഭവതി. വായിക്കാൻ പറ്റുമല്ലോ. കാകഹ രോഗബാധിതഃ ഭവതി. കാക്കയ്ക്ക് അസുഖം വന്നു, സുഖമില്ലാത്ത കാക്കയ്ക്ക് സുഖമില്ല. ശരാരിഹി മീനം ഗൃഹണാതി. ശരാരി താറാവ് മീനിനെ പിടിച്ചു. ശരാരിഹി മീനം ഗൃഹണാതി, താറാവ് മീനിനെ പിടിച്ചു. കാകഹ തത് പശ്യതി. കാക്ക തത് പശ്യതി, അത് കാണുന്നു, കണ്ടു. ശരാരി മീനം യാചതേ. ശരാരിയോട് താറാവിനോട് മീനം യാചതേ, മീൻ ചോദിച്ചു. ശരാരിഹി മീനം കാകായ ദദാതി. ശരാരി മീനിനെ കാകായ ദദാതി, കാക്കയ്ക്ക് കൊടുത്തു. പ്രതിദിനം മീനം ദദാതി. ദിവസവും കാക്കയ്ക്ക് ആര് മീൻ കൊടുത്തു? ശരാരി. പ്രതിദിനം മീനം ദദാതി. കാകായ സ്വസ്ഥഃ ഭവതി. കാക്കയ്ക്ക് അസുഖമൊക്കെ മാറി. കിമർത്ഥമേനം ആശ്രയതേ സ്വയം കർമ്മം കരോമി. കിമർത്ഥം, എന്തിനാ ഏനമാശ്രയേ, അവനെ ഇങ്ങനെയും ആശ്രയിക്കുന്നത്? എനിക്ക് സ്വയം ജോലി ചെയ്തുകൂടെ? കിമർത്ഥം ഏനം ആശ്രയേ സ്വയം കർമ്മം കരോമി. കൃതജ്ഞതാം ഉക്ത്വാ സദൂരം ഗച്ഛതി. കൃതജ്ഞതാം ഉക്ത്വാ, നന്ദി പറഞ്ഞിട്ട് അവൻ ദൂരെ ഗച്ഛതി, ദൂരെ പോയി. ഇനി ഇവിടെ സഹ ദൂരം ഗച്ഛതി, അഹമാണെങ്കിലോ അഹം ദൂരം ഗച്ഛാമി എന്ന് പറഞ്ഞല്ലേ, പറഞ്ഞിട്ട് അവൻ ദൂരെ പറന്നു. പരിശ്രമേന ജീവനം വരം. പരിശ്രമിച്ചുകൊണ്ട് സ്വന്തം പരിശ്രമത്തിലായിരിക്കണം നമ്മൾ ഏറ്റവും നന്നായി. സ്വന്തം പരിശ്രമത്താലുള്ള ജീവിതമാണ് ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഉള്ളത്. നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടോ? നമ്മുടെ കഥയിലെ 2 കഥാപാത്രങ്ങളാണ് കാകഹ ശരാരിഹി അല്ലെ. ഇവരെ കാക്കയ്ക്ക് സുഖമില്ലായിരുന്നു. ശരാരി താറാവ് മീൻ പിടിക്കുന്ന കണ്ടു, താറാവിനോട് മീൻ ചോദിച്ചു, താറാവ് മീൻ കൊടുത്തു. ദിവസവും കൊണ്ടു കൊടുക്കുമായിരുന്നു. നല്ല കൂട്ടുകാരങ്ങനെയാണല്ലേ. അതും നമുക്ക് ഈ പാഠത്തിലെ ഒരു ഗുണപാഠമാണ്. നമ്മള് നല്ല കുട്ടികളാണെങ്കിൽ മറ്റൊരാളെ സഹായിക്കും അല്ലെ. ഇവിടെ ഏറ്റവും വലുതായി നമ്മൾ കാണേണ്ട എന്താണ്? താറാവ് കാക്കയെ സഹായിച്ചതാണല്ലേ. താറാവ് അങ്ങനെ മീൻ കൊടുത്തത് കൊണ്ടല്ലേ കാക്കയ്ക്ക് പെട്ടെന്ന് ഭേദമാവാൻ കഴിഞ്ഞത്. ഇല്ലായിരുന്നെങ്കിൽ പട്ടിണി കിടന്ന് മരിച്ചു പോകില്ലായിരുന്നോ? അപ്പോ താറാവിൻ്റെ ആ നല്ല മനസ്സും നമ്മളിവിടെ കാണണം. അതുപോലെ നമ്മളും എങ്ങനെയായിരിക്കണം?
മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് നമുക്കും ഉണ്ടാവണം. അങ്ങനെ താറാവ് മീൻ കൊടുത്തു, കാക്ക എന്ത് ചെയ്തു? അങ്ങനെ കഴിച്ചു. എന്നാൽ ദിവസം ഇതങ്ങ് ഒരു ശീലമാക്കാമെന്ന് കാക്ക വിചാരിച്ചോ? ഇല്ല. കാക്കയുടെ അസുഖം മാറിയപ്പോഴേക്കും എന്തു ചെയ്തു? നന്ദി പറഞ്ഞുകൊണ്ട് കാക്ക പറന്നുപോയി. ഇവിടെ നിങ്ങൾക്ക് ഇതിൽ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? കാക്കയാണോ, താറാവിനെയാണോ, ശരാരിയാണോ നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടത്? എന്തുകൊണ്ടാണ് അങ്ങനെ അതിനെ ഏറെ ഇഷ്ടപ്പെടാൻ കാരണം? അതും നിങ്ങൾ ടീച്ചറോട് പറയുമല്ലോ. കാക്കയോടാണോ താറാവിനോടാണോ കൂടുതൽ ഇഷ്ടം തോന്നിയത്? നിങ്ങൾക്ക് ഈ കഥ കൂട്ടുകാരെ, നമുക്ക് ചില സംയുക്ത അക്ഷരങ്ങൾ, അതായത് കൂട്ടക്ഷരങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കാം. കൂട്ടക്ഷരങ്ങൾ, ചില അക്ഷരം നമ്മൾ മലയാളത്തിലൊക്കെ ഇക്ക, ഇത്ത, ഇപ്പ ഇങ്ങനെയൊക്കെ കൂട്ടക്ഷരങ്ങൾ പഠിക്കാറുണ്ട് അല്ലേ? സ്, ഥ, സായും ഥായും കൂടി സ്ഥ, സ്, ഥ, സ്ഥ. ജ്, ഞ, ഞ, ജ്, ഞ, ഞ. ഈ താഴെ വെട്ടിട്ടേക്കുന്നത് അതിൻ്റെ ഞ്, അത് സ്വരമില്ലാത്ത വ്യഞ്ജനത്തിനാണ്. നമ്മൾ ത് എന്ന് പറയില്ലേ, അതുപോലെ ജ്, ജ്, ഞ, ഞ. ഹ്, ന, ഹ്ണ. ശ്, യ, ശ്യ. സ്, വ, സ്വ. ശ്, ര, സ്ര. ച്, ഛ, ഛ. പ്, ര, പ്ര. ക്, ത്, വ, ത്വ. അപ്പോൾ ഇതുപോലെ കൂട്ടക്ഷരങ്ങൾ നമുക്ക് എഴുതാൻ പഠിക്കണം. അപ്പം ഇത്രയും കൂട്ടക്ഷരങ്ങൾ നിങ്ങൾ എഴുതി പഠിച്ചിരിക്കുമല്ലോ. കുറിച്ചുള്ള അഭിപ്രായവും പറയണം കേട്ടോ. അപ്പോൾ അടുത്ത് വർക്ക്ഷീറ്റ് ടീച്ചർ ഇടുന്നു. ഈ കാണിക്കുന്ന ഈ വീഡിയോയിലുള്ള വർക്ക്ഷീറ്റും ഇതിൻ്റെ കൂടെ ടീച്ചർ ഇടുന്നതാണ്. ആ വർക്ക്ഷീറ്റിൽ നോക്കി ഈ വാക്കുകളുടെ അർത്ഥവും അഹം ചേർത്തിരിക്കുന്നതുമൊക്കെ നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കണം. അടുത്ത ആഴ്ച ടീച്ചർ വർക്ക്ഷീറ്റ് ഇട്ട് തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ടീച്ചർ ആശംസിക്കുന്നു. നിങ്ങളും ഈ കഥയെപ്പോലെ നല്ല കുട്ടികളായിരിക്കുമെന്ന് ടീച്ചറെ വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനാശംസകളോടെ നന്ദി, ധന്യവാദ.